ചിക്കമംഗലൂരുവിൽ മരിച്ച ശ്രീനന്ദയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വെച്ച് ശ്രീനന്ദ മടങ്ങുകയാണ്. ശ്രീനന്ദയുടെ ദേഹത്തിന് ചെയ്ത കൊളുത്തിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഒരു നാടിൻ്റെ ആകെ പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ടാണ് ആ പിഞ്ചു പൂവ് ഈ മണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നത്. കടമ്പിപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് തടിച്ചുകൂടിയ ആയിരങ്ങളുടെ കണ്ണീർ കാഴ്ച അത് എത്രത്തോളം നമ്മെ വേദനിപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ആ വീടിനുള്ളിൽ നിന്ന് ഉയരുന്ന നിലവിളികൾ ഒരു നോവായി കേരളത്തിൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. നമുക്ക് അരുണുണ്ട് അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. അരുൺ, നമുക്കറിയാം തലക്കേറ്റ ആ മാരകമായ മുറിവ് അതാണ് ആ കുഞ്ഞിൻ്റെ മരണത്തിന് വഴിവെച്ചത്. ഇപ്പോൾ എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് അവിടെയുള്ള നാടിൻ്റെ ആകെയുള്ള തേങ്ങലുകൾ? അശ്വതി, ഇപ്പോൾ ശ്രീനന്ദയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. ശ്രീനന്ദയ്ക്ക് വൈകാരികമായിട്ടുള്ള യാത്രയയപ്പ് നൽകുകയാണ് ജന്മനാട്, നാട്ടുകാർ, ബന്ധുക്കൾ. വളരെ വൈകാരികമായ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നമുക്ക് കടമ്പഴിപ്പുറത്തെ വസതിയിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ ഭൗതിക ശരീരം പാമ്പാടിയിലെ ആയുവാർ മഠം ശ്മശാനത്തിൽ എത്തിച്ച് അവിടെ ഇപ്പോൾ ഹൈന്ദവാചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം ചിതയ്ക്ക് അഗ്നി പകർന്നിരിക്കുകയാണ്. ഏതായാലും ആ കുഞ്ഞുമോൾ ഇനി ഓർമ്മ മാത്രമാണ്. ആ പഠനത്തിൽ മിടുക്കിയായിട്ടുള്ള, അതുപോലെ തന്നെ കായിക ഉത്സവത്തിലാണെങ്കിലും അതല്ലെങ്കിൽ കലാമേളയിലാണെങ്കിലും ഒക്കെ മികവ് പുലർത്തിയിരുന്ന, പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്ന ശ്രീനന്ദ ഇനി ഓർമ്മ മാത്രമായിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒന്നാകെ പ്രാർത്ഥനയായിരുന്നു ഈ കുഞ്ഞുമോൾ തിരികെ വരണമേ എന്ന്. പക്ഷേ അവൾ തിരികെ വന്നപ്പോൾ അത് ചേതനയേറ്റ ശരീരവുമായിട്ടാണ് എത്തിയത് എന്നുള്ളതാണ്. ഏതായാലും നാട്ടുകാരും ബന്ധുക്കളും മറ്റുമൊക്കെ കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളായി ഏറെ വേദനയിലാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെ അവൾ എങ്ങനെയും തിരികെ വരണമേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഏവർക്കും ഉണ്ടായത്. പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വേദനയോടെ അല്ലാതെ നമുക്ക് ശ്രീനന്ദയെ കാണാൻ കഴിയില്ല. കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായമായിരുന്നു അവളുടേത്. പ്രതീക്ഷിതമായി മരണം ആ കുഞ്ഞിനെ തട്ടിയെടുക്കുമ്പോൾ മറ്റവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അത് വലിയ വേദന തന്നെയാണ്. താങ്ങാവുന്നതിനും അപ്പുറം തന്നെയാണ്. എൻ്റെ ജീവനെടുത്ത വാർത്ത പുറത്തു വന്നപ്പോൾ കേരളം ഒരേ മനസ്സോടെ വലിയ സങ്കടക്കടലിലായിരുന്നു. എന്തായാലും ശ്രീനന്ദയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീനന്ദയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. വലിയ ജനാവലിയാണ് കടമ്പഴിപ്പുറത്ത് ശ്രീനന്ദയെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിയത്. എന്തായാലും പഠനത്തിൽ മിടുക്കിയായിരുന്നു, കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ മിടുക്കിയാണ്. സ്കൂളിലെ അവൾ പ്രിയപ്പെട്ടവളാണ്. 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണ്. ആ 1500 അടി താഴ്ചയിൽ വീണ് എല്ലാ മോഹങ്ങളും പൊലിഞ്ഞത്. എന്തായാലും നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ വിഫലമാക്കിക്കൊണ്ടാണ് ശ്രീനന്ദ മടങ്ങുന്നത്. വളരെ വേദനാജനകമായ വാർത്തയോടുകൂടി നമ്മുടെ ഉച്ചവാർത്തയും നമുക്കിവിടെ സമാപിപ്പിക്കണം. ഉച്ചവാർത്ത ഇതോടുകൂടി പൂർണ്ണമാകുന്നു.